രമണ മഹർഷിയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം 30-ാം തീയതി. നമ്മൾ ഇന്നലെ നമുക്കൊരു വീഡിയോ അന്ന് ചെയ്യാൻ പറ്റിയില്ല. അതിന് പരിഹാരാർത്ഥം നമ്മളിന്ന് രമണ മഹർഷിയെക്കുറിച്ച് കഥയമമയിൽ സംസാരിക്കാം. എന്തു പറയുന്നു? അതെ, മുമ്പ് നമ്മൾ പ്രേക്ഷകരോട് രമണ മഹർഷിയെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനുഭവം എന്ന് പറഞ്ഞൊരു സംഭവം ജീവിതത്തിൽ ഉണ്ടായ കാര്യം പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ ആളുകൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണം എന്താണ് എന്ന് അറിയുന്നത് അപൂർവം ആണത്. ഇതൊരു 16 വയസ്സ് തികഞ്ഞിരിക്കുമ്പോൾ 17ലേക്ക് കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ മരണാനുഭവം ഉണ്ടാകുന്നത്. മരണാനുഭവം എന്തായിരുന്നു എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ മലയാളത്തിലാക്കി ആ ഭാഗം അദ്ദേഹത്തിൻ്റെ തന്നെ വാചകങ്ങളിൽ പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഞാൻ എന്നുള്ളതിൻ്റെ മരണവും അതെന്താണെന്നും മനസ്സിലാകുന്നതുമൊക്കെയാണ് ഈ മരണാനുഭവം എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രേക്ഷകരോട് പറയാം, ഇത് വളരെ ലളിതമായി കേട്ടുപോകേണ്ട ഒരു എപ്പിസോഡല്ല. രമണ മഹർഷിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗരിമ നമുക്കറിയാം. അദ്ദേഹം മരണം എന്ന് പറയുന്ന മനുഷ്യ ജീവിതത്തിലെ ഒരു സങ്കീർണമായ ഒരവസ്ഥയാണ്. നമുക്കറിയില്ല എന്താണ് മരണം എന്ന്. അനുഭവിച്ചവർക്ക് ആർക്കും തിരിച്ചു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മരണം എന്താണ്, മരണശേഷം നമ്മൾ എന്താണ്, എവിടേക്ക് പോകുന്നു, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം തേടൽ കൂടിയാണ്. ഇത്തിരി കടുത്ത വിഷയമാണ്. പരമാവധി ലളിതമായി നമ്മൾ പറയും. അതുകൊണ്ട് പ്രേക്ഷകർ നിർബന്ധമായും വളരെ സില്ലി ആയിട്ടുള്ള പൾപ്പി ആയിട്ടുള്ള മാറ്ററുകൾ കേൾക്കുന്നത് പോലെയല്ല, ഇത്തിരി ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമ്മളോടൊപ്പം സഞ്ചരിച്ചാൽ ഒരു രമണാനുഭവം നിങ്ങൾക്കുണ്ടാവും. അതെ, ഇത് മരണാനുഭവം അദ്ദേഹത്തിന് സംഭവിക്കുന്നത് ഇത് ഈ തിരുച്ചുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അത് മധുരയിൽ നിന്ന് 48 കിലോമീറ്റർ അപ്പുറമാണ്. ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ മരണാനുഭവം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹം അമ്മാവിൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നു. ഈ അമ്മാവിൻ്റെ വീട് എന്ന് പറയുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ തെക്കേ ഭാഗത്താണ്. ചൊക്കപ്പ നായ്ക്കർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ എല്ലാവരും പോവാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന അമ്മാവിൻ്റെ വീട് നമുക്കെല്ലാവർക്കും പോയി കാണാവുന്ന, അങ്ങനെ അത് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അല്ല, അവിടെ വെച്ചാണ് മരണാനുഭവം ഉണ്ടായത് ഈ അമ്മാവിൻ്റെ വീട്ടിൽ. അതുകൊണ്ട് അത് ആരാധനയ്ക്കുള്ളൊരു സ്ഥലമായിട്ട് ഇപ്പോൾ പൊതുവായിട്ട് നിൽക്കുകയാണ്. അല്ല, ആ വീടിപ്പോൾ ഒരു ആരാധനാ കേന്ദ്രമാണ്. ആ വീട് പഴയ വീട് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതെ, അവിടെ നമുക്ക് പോയി, ഇത് അദ്ദേഹത്തിന് മരണാനുഭവം ഉണ്ടായ സ്ഥലമാണ്. ഇപ്പോൾ തിരുച്ചുഴിയിലെ അദ്ദേഹത്തിന്റെ വീടും സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് പോയി അവിടെ വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യാം. തിരുച്ചുഴി മധുരയ്ക്കടുത്താണോ? മധുരയിൽ നിന്ന് 48 കിലോമീറ്റർ ഉണ്ട്. വിരുദുനഗറിന്റെ ഒക്കെ അടുത്താണ്. നമ്മൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ 2 ബസ് കയറണം. മാട്ടുത്താവണി എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം, ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തൊരു മധുര ടൗണിലല്ല, കുറച്ചുകൂടി അപ്പുറത്തേക്ക് ദൂരസ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, മാട്ടുത്താവണി എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ബസ് കയറി പോവാം ഈ തിരുച്ചുഴിയിലേക്ക്. അപ്പോൾ അത് ആ വീടും അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അത് ശരി. ആ വീട് പിന്നെ പൊളിച്ചു പണിയോ അത് വലുതാക്കുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 2 മുറി പഴയ വീട്. അതിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. പുറകിൽ ഇത് നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആശ്രമത്തിൻ്റെ, തിരുവണ്ണാമലയിലെ ആശ്രമത്തിൻ്റെ ചുമതലയിലാണിത്. പക്ഷെ ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു നിലവിളക്ക് ഞാൻ കണ്ടു കത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, കത്തുകല്ലായിരുന്നു അത് ഞാൻ ചെല്ലുമ്പോൾ. പക്ഷെ ഇപ്പുറത്ത് തീപ്പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വിളക്ക് കത്തിച്ചു. നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് രൂപം ഉണ്ടായിരുന്നില്ല. അത് കത്തിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് കനകധാര സ്തോത്രം ചൊല്ലുകയും ചെയ്തു. എന്താ ചെയ്യേണ്ടതെന്ന് രൂപമില്ലാത്തതുകൊണ്ട്, അത് കാണാതെ അറിയാവുന്നത് കൊണ്ട് അത് ചൊല്ലി ഞാൻ അവിടെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. അവിടെ ഒന്നും അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടൊന്നും ആരും കരുതുന്നുമില്ല. കാരണം തിരുവണ്ണാമലയിൽ പോകുന്നുണ്ടല്ലോ ആശ്രമത്തിൽ, പിന്നെ അവിടെ വലിയ ക്ഷേത്രവും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പക്ഷേ ഒരു വ്യത്യസ്തത, ഇപ്പം സ്വാമികൾ ജനിച്ച സ്ഥലത്തേക്കൊന്ന് പോകണം, ആ മണ്ണിലൊന്ന് കാലി ചവിട്ടണം എന്നൊക്കെ, അതും തിരക്കില്ലാത്ത ഒരു വല്ലാത്തൊരു അവാച്യമായ ഒരു അനുഭവമാണല്ലോ. തിരക്കില്ലാതെ മൗനം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നവരിടത്ത് അദ്ദേഹത്തിന്റെ സ്മരണയുള്ളിടത്ത് ഇരിക്കുക എന്നുള്ള, അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു വലിയ അനുഭവമാണ്. അദ്ദേഹം സാധാരണഗതിയിൽ പോയിരുന്ന ക്ഷേത്രം, ആ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ അപ്പുറത്ത് ക്ഷേത്രമുണ്ട്, അവിടെയും പോയി. അദ്ദേഹം തൊഴുതിരുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ മധുരയാണ് തൊഴുതിരുന്നത്.
ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ തെക്ക് ചൊക്കപ്പ നായക്കർ തെരുവിൽ ഇങ്ങനെ അദ്ദേഹത്തിന് മരണാനുഭവം ഉണ്ടായ അമ്മാവന്റെ വീടും ഇതുപോലെ തന്നെ നമുക്ക് ദർശനത്തിന് എനിക്ക് ഓർമ്മ നമ്മൾ ഈ കാലടി പോകുമ്പോൾ ആചാര്യസ്വാമികളുടെ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോഴും നമുക്ക് അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത് എവിടെയോ നിൽപ്പുണ്ട് എന്നൊരു തോന്നലുണ്ടാകും. ആ കൃഷ്ണസ്വാമി അതെ ക്ഷേത്രം അതെ, ആ മുതല പിടിച്ചത് അതിന്റെ കടവിലാണ്. അപ്പോ ഇത് മധുര മീനാക്ഷി ക്ഷേത്ര തെക്കേ ഗോപുരത്തിൽ നിന്ന് 300 മീറ്റർ അകലെ ആണ് ഈ ചൊക്കപ്പ നായക്കർ തെരുവ്. ഇപ്പം അതിൻ്റെ പേര് രമണ മന്ദിരം എന്നാണ്. നമുക്ക് പോകാവുന്നതാണ്. അച്ഛൻ മരിച്ച ശേഷം 12 വയസ്സുള്ള രമണൻ 1892 ഫെബ്രുവരിയിലാണ് ഈ വീട്ടിൽ വരുന്നത്. പിന്നത്തെ അമ്മാവൻ്റെ വീട്ടിൽ. പിന്നെ പഠനമൊക്കെ അവിടെ നിന്നിട്ടാണ്. ഇനി മറ്റേ മരണാനുഭവത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അതിന് ശേഷമുള്ള ഭാഗം പറയുക. കാരണം മരണാനുഭവം കുറച്ച് ലളിതമല്ലാത്തത് കൊണ്ട് ആ ഭാഗം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഈ ജ്ഞാനോദയം ആണ്, ഈ ബോധോദയം എന്നൊക്കെ പറയുന്നതാണ് ഈ മരണാനുഭവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 6 ആഴ്ചയാണ് ആ വീട്ടിൽ രമണൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പോവുകയാണല്ലോ തിരുവണ്ണാമലയ്ക്ക്. ആ 6 ആഴ്ച എല്ലാ ദിവസവും മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ട് ധ്യാനിച്ചു. 1896 ഓഗസ്റ്റ് 29 ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവണ്ണാമലയിലേക്ക്. അപ്പോൾ പരീക്ഷാ ഫീസായിട്ട് 5 രൂപ കൊടുത്തിരുന്നു. ആ 5 രൂപയിൽ നിന്ന് 3 രൂപ മാത്രം എടുത്തു. 2 രൂപ അവിടെ വെച്ചു. 3 രൂപ എടുത്തിട്ടായിരുന്നു പോക്ക്. 2 രൂപ ഒരു കുറിപ്പ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ 2 രൂപ വെച്ചു. ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്, ഇതിനെ അന്വേഷിക്കേണ്ടതില്ല. ഇതായിരുന്നു നോട്ട്. യാത്ര പുറപ്പെടുമ്പോൾ മറ്റുള്ളവർ അറിയാൻ വേണ്ടി, വീട്ടിലുള്ള അമ്മാവനും എല്ലാവരും കൂടി. അമ്മാവൻ്റെ വീട് ഇന്ന് ധ്യാനം. വാക്കോർക്കുകയാണ് ഇതിനെ എന്നാണ് പറഞ്ഞത്, എന്നെ എന്നല്ല ഇതിനെ. അത് മറ്റേ മരണാനുഭവം ഉണ്ടായി കഴിഞ്ഞല്ലോ. അമ്മാവൻ്റെ അതിനകത്ത് ഒരു പക്ഷേ ഇതിങ്ങനെ ആവില്ലേ, ഈ ദേഹം എന്ന് പറയുന്നത് വെറും ഒരു ജഡമാണ്, ദേഹിയാണ് ശാശ്വതം. അതാണല്ലോ പറയാൻ പോകുന്നത്. അദ്ദേഹം വിവരിക്കുന്നതിന് പറയാൻ പോകും. ഇതിനെന്ന് പറയുമ്പോൾ ഒന്നുമല്ല, ഇതൊരു വസ്തു, കല്ലും മണ്ണും ഒക്കെ പോലെ. ഇത് അമ്മാവൻ്റെ വീടിന്ന് ധ്യാനമന്ദിരമാണ്. അരുണാചല ക്ഷേത്രത്തിൽ ചെന്നിട്ട് രമണൻ അവിടെ തൊഴുതു. തിരുവണ്ണാമലയിൽ പോയിട്ട് അരുണാചല ക്ഷേത്രത്തിൽ തൊഴുതു. പിന്നെ അവിടെയാണ് തപസ്സുമൊക്കെ, ഒരു ഗുഹ പോലെ. നമ്മൾ അരുണാചല ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ സ്ഥലത്തേക്കും പോകാം. ഭഗവാനോട് പറഞ്ഞു തൊഴുമ്പോൾ, അപ്പാ ഞാൻ വന്നേൻ, ഇനി ഇതുക്ക് നീ താൻ. അച്ഛാ ഞാൻ വന്നിരിക്കുന്നു, ഇതിന് ഇനി നീ തന്നെ ഉടയോ എന്ന് പറഞ്ഞു. അച്ഛാ ഞാൻ എത്തിയിരിക്കുന്നു, ഇതിന് ഇനി നീ തന്നെ ഉടയോ. അതെ, ഞാൻ എന്ന വാക്ക് അപ്പോൾ ആ ജീവിതത്തിൽ അപ്പോഴേക്കും മരിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. ആ മരണാനുഭവം 1896 ജൂലൈ മധ്യത്തിലായിരുന്നു. മധുരയിലെ വീട് വിട്ട് ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് 6 ആഴ്ച മുമ്പ്. ഇനി മഹർഷി പറയുകയാണ്, പൊടുന്നനെയാണ് അതുണ്ടായത്. അമ്മാവൻ്റെ വീട്ടിലെ മുകൾ നിലയിൽ ഒരു മുറിയിൽ ഇരിക്കുകയായിരുന്നു. എനിക്ക് കാര്യമായി രോഗങ്ങളൊന്നും വന്നിരുന്നില്ല. ഒരു ദിവസം ആ ദിവസം എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പൊടുന്നനെ മാരകമായ ഒരു മരണഭയം എന്നെ കീഴടക്കി. അതിന് കാരണമായി എൻ്റെ ശരീരത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഭയത്തിൻ്റെ കാരണം തേടാൻ തുനിഞ്ഞതുമില്ല. മരിക്കാൻ പോവുകയാണ് എന്ന് തോന്നി. എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചു. ഡോക്ടറോടോ മുതിർന്ന കുടുംബാംഗങ്ങളോടോ കൂട്ടുകാരോടോ ആലോചിക്കണമെന്ന് തോന്നിയില്ല. അപ്പോൾ അവിടെ ഞാൻ തന്നെ പ്രശ്നം പരിഹരിക്കണം എന്ന് തോന്നി. മരണഭയം രമണ മഹർഷി ഉള്ളിലേക്ക് നോക്കാനാണ് പ്രേരിപ്പിച്ചത്. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, മരണം എത്തിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് മരിക്കുന്നത്? ഈ ശരീരമാണ് മരിക്കുന്നത്. ഉടൻ രമണൻ ജഡാവസ്ഥ ഭാവിച്ചു. കാല് നീട്ടിക്കിടന്നു. അന്വേഷണ തൃഷ്ണയ്ക്ക് യാഥാർത്ഥ്യം ബോധം ഉണ്ടാവാൻ വേണ്ടി
മരണം വരികയാണല്ലോ, എന്താണെന്ന് അറിയണമല്ലോ, അപ്പോൾ ഒന്ന് കിടന്നു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് കിടന്നു. ശ്വാസം പിടിച്ചു, ചുണ്ടുകൾ ഇറുക്കി അടച്ചു. ഒരു വാക്കും ഉരിയാടരുത്. ഞാൻ എന്ന വാക്ക് ഒരിക്കലും പുറത്തു വരരുത് തീരുമാനിച്ചു. രമണൻ സ്വയം പറഞ്ഞു, ശരീരം മരിച്ചു, അത് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും, അവിടെ കത്തിച്ചാരമാകും. ശരീരം മരിച്ചാൽ ഞാൻ മരിക്കുമോ? ശരീരമാണോ ഞാൻ? ശരീരം ജഡമായിട്ടും ഞാൻ വേറൊരു വാക്കായിട്ട് ഉദ്ദേശിക്കണം. ശരീരം ജഡമായിട്ടും ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സർവ്വ ഊർജവും ഉള്ളിൽ അനുഭവിക്കുന്നു. ഉള്ളിൽ നിന്ന് വേറിട്ട് ഉള്ളിൽ തന്നെ ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഞാൻ ശരീരത്തെ അതിവർത്തിക്കുന്ന ആത്മാവാണ്, ശരീരമല്ല. ശരീരം മരിക്കുമ്പോൾ അതിനെ അതിവർത്തിക്കുന്ന ആത്മാവിനെ മരണത്തിന് തൊടാൻ കഴിയുന്നില്ല. ഇതിനർത്ഥം ഞാൻ മരണമില്ലാത്ത ആത്മാവാണ് എന്നാണ്. അത് അർത്ഥമില്ലാത്ത ചിന്തയൊന്നും ആയിരുന്നില്ല. അത് രമണൻ്റെ ഉള്ളിലൊരു നിത്യസത്യമായിട്ട് മിന്നി. ഈ ജ്ഞാനോദയം, വിചാരപ്രക്രിയ, സാധാരണ ആളുകൾ ആലോചിച്ചിട്ടാണല്ലോ ഇത് കണ്ടുപിടിക്കുക. ഈ വിചാരപ്രക്രിയയിൽ കൂടി ഒന്നും പോകേണ്ടി വന്നില്ല. ഇതെന്താണെന്നറിയാൻ, ഞാൻ എന്താണെന്നറിയാൻ നേരിട്ട് അനുഭവിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ മാത്രമാണ് സത്യം. എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട സകല ബോധപ്രക്രിയകളും ആ ഞാനിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ആ നിമിഷം മുതൽ ഞാൻ അഥവാ ആത്മാവ് അതിൽ തന്നെ ശക്തമായ ആകർഷണത്തോടെ കേന്ദ്രീകരിച്ചു എന്ന് മഹർഷി പിൽക്കാലത്ത് ഓർമ്മിച്ചു. മരണഭയം എന്നേക്കുമായി അപ്രത്യക്ഷമായി. എന്താണെന്ന് മനസ്സിലായതോടുകൂടി എന്താണെന്നറിയാം. നമ്മളൊരു കുപ്പായം മാറ്റുന്ന പോലെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ. ദേഹി പിന്നെയും ബാക്കിയാണെന്ന് അറിയുമ്പോൾ പിന്നെ ഭയത്തിന് കാര്യമില്ല. മരണഭയം എന്നേക്കുമായി അപ്രത്യക്ഷമായി. ഞാൻ എന്ന കേന്ദ്രത്തിൽ മനസ്സ് ഉറച്ചു. സംഗീത സ്വരങ്ങൾ പോലെ വിചാരങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ആധാരശ്രദ്ധയായി. അത് സകല സ്വരങ്ങളെയും ഏകോപിപ്പിച്ചു. ശരീരം സംസാരിച്ചു, വായിച്ചു, പലതും ചെയ്തു. പക്ഷെ ഞാൻ ആത്മാവിൽ ഉറച്ചു നിന്നു. ഞാൻ ആധാരശ്രുതിയായി. അതെ, ആധാരശ്രുതിയായി. അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ ഞാൻ മലയാളത്തിലേക്ക് ആക്കിയതാണ്. ഞാനത് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തട്ടിയ വാചകം ഞാൻ ആവർത്തിച്ചു എന്നുള്ളൂ. ഈ നിർണായക നിമിഷത്തിന് മുമ്പ് രമണന് ആത്മാവിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഈ വലിയ ബുദ്ധിജീവിയോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ വലിയ വായനയോ നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല. അന്നു മുതൽ രമണൻ പരാതികൾ നിർത്തി. മര്യാദകേടുകൾക്കെതിരെ പ്രതികരിച്ചില്ല. വിനയത്തിൽ ലയിച്ചു. ജ്ഞാനികളുടെ ബോധോദയ നിമിഷമാണ് ഈ മഹർഷി വിവരിച്ചത്. ഇതിനുശേഷം മധുര മീനാക്ഷി ക്ഷേത്രത്തോടുള്ള സമീപനം മാറി എന്ന് അദ്ദേഹം ഓർമ്മിച്ചു. അതുവരെ വല്ലപ്പോഴും മാത്രമാണ് മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിരുന്നത്. കൂട്ടുകാർക്കൊപ്പം കണ്ടതൊക്കെ ബിംബങ്ങളായിരുന്നു. വിഗ്രഹങ്ങൾ ഇങ്ങനെ ബിംബങ്ങൾ ആയിട്ടാണ് കണ്ടിരുന്നത്. നെറ്റിയിൽ ഭസ്മവും കുങ്കുമവും തേച്ചു. പ്രത്യേകിച്ചൊന്നും തോന്നാതെ വീട്ടിലേക്ക് മടങ്ങി. ഏത് കൂട്ടുകാർക്കൊപ്പമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. ബോധോദയത്തിന് ശേഷം, ജ്ഞാനോദയത്തിന് ശേഷം രമണൻ എല്ലാ സായാഹ്നത്തിലും ഒറ്റയ്ക്ക് മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി. പിന്നെ കൂട്ടുകാരൊന്നുമില്ല. ശിവൻ്റെയോ മീനാക്ഷിയുടെയോ നടരാജൻ്റെയോ 63 സിദ്ധന്മാരുടെയോ ബിംബങ്ങൾക്ക് മുന്നിൽ ദീർഘനേരം അനക്കമില്ലാതെ നിന്നു. അങ്ങനെ നിന്നപ്പോൾ വികാരത്തിരകളിൽ രമണൻ മുങ്ങി. ഇതാണ് അദ്ദേഹത്തിൻ്റെ മരണാനുഭവം. ഞാൻ കാരണം ഹൂ ആം ഐ എന്ന് നിങ്ങളെല്ലാവരും ചോദിക്കുക എന്നുള്ള ഒരു ഉപദേശം മാത്രമേ രമണ മഹർഷി എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇനി ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ആളുകൾ ഉപദേശം ചോദിച്ചു പോവുമല്ലോ. ഹൂ ആം ഐ എന്ന് ചോദിക്കുക. അങ്ങനൊരു ചോദ്യം മറ്റുള്ളവരോട് പറയാനും അദ്ദേഹത്തിന് വഴിവെച്ചത് ഈ മരണാനുഭവം ആകാനേ വഴിയുള്ളൂ. കാരണം ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് കാണുന്നതല്ല ഞാൻ എന്ന് വെളിപ്പെട്ട സമയമാണ് ഈ മരണാനുഭവം എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ ഇതുവരെ ചെയ്ത എപ്പിസോഡുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ്.
നമ്മൾ കുറച്ചായിട്ട് കഥയമ്മയെക്കുറിച്ച് കഥയമ്മയിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞിട്ടല്ല തുടങ്ങാറുള്ളത്. നമ്മളൊക്കെ പറഞ്ഞു പോവുകയാണ്. കഥയമ്മ വളരെ പോപ്പുലറായ നമ്മുടെ പ്രേക്ഷകർക്കറിയാവുന്ന സവിശേഷമായി ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കോളമാണ്. അതിലിപ്പോൾ നമ്മൾ രമണ മഹർഷിയുടെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. അപ്പോൾ ആരാണ് നീ എന്ന ചോദ്യം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നാണ്. ഉത്തരം ചിലർക്ക് കണ്ടെത്തി എന്ന് പറയുന്നു. ആ ഉത്തരം പൂർണ്ണമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അന്വേഷണം തുടരുകയാണ്. ആരാണ് ഞാൻ, അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.